അപ്പോഴൊക്കെ വീർത്ത് വരുന്നമ്മ. ഇതെന്താണ്? ഇതുപോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സാധനം. ഇത് മധുരട്ടിരുന്നു. എന്നിട്ട് പഞ്ചസാര എടുക്കുക, 1 ടീസ്പൂൺ നെയ്യ്, ചൂടുവെള്ളം ഒഴിക്കുക, അതിന് മൈദ ഇടുക. അത് ഒരു ഡോ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പേ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറിനേക്കുള്ള കറികളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വെച്ചതാണ് കേട്ടോ. അതായത് ചീരയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കോളിഫ്ലവറൊക്കെ ഒന്ന് വേവിച്ചിട്ട് ചൂടുവെള്ളത്തിൽ വേവിച്ചതിന് ശേഷം പിന്നെ മസാലയൊക്കെ തേച്ച് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ കുക്കിങ്ങിന് വേറൊരാളും കൂടെ ഒന്ന് അടുക്കളയിലുണ്ട്, കിച്ചുമോൾ കേട്ടോ. കിച്ചുമോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കും, സ്നാക്സ് ഐറ്റംസൊക്കെ, എന്നിട്ട് സ്വന്തമായിട്ട് അത് ഓൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അതിന് ആരെ ഹെൽപ്പും വേണ്ട. പക്ഷെ എന്ത് കാര്യം ഓൾ ട്രൈ ചെയ്യുമ്പോഴും ആദ്യം കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അതായത് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ബാലൻസ് വരണ്ട, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. കളയേണ്ട അവസ്ഥ വരലില്ല, ഫ്ലോപ്പായി പോവലില്ല, ഉണ്ടാക്കണെല്ലാം സക്സസ് ആവലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട് ആൾക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനും കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സംഭവം, എൻ്റെ പേരൊന്നും അറിയില്ല, ഒരു ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹാളിൽ മേശേൻ്റെ അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ പരത്തണതും പിന്നെ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെയൊരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ ഷേപ്പിലാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മൈദപ്പൊടിയാണ് ഡീറ്റെയിൽ. പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും അടുക്കളയിലുണ്ട്. തത്തമോള് അടിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിച്ചു വാരിയൊക്കെ തരും കേട്ടോ. അടിച്ചു വാരും, തുടക്കുകയൊക്കെ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അലക്കിയതൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊണ്ടുപോയി തോരടും, അതൊക്കെ എടുത്തു കൊണ്ടുവരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാളും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ എക്സ്ട്രാ നമ്മൾ പറയണ കാര്യങ്ങളും അങ്ങനെ ചെയ്തു തരും. എന്തെങ്കിലും തേങ്ങ ചിരകി തരാൻ പറഞ്ഞാൽ അത് തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കിച്ചുമോള് എന്താ പറയുക, ചൂടോടെ തന്നെ ഒന്ന് വായിലേക്കിട്ട് വായൊക്കെ പൊള്ളി പിന്നെ വീണ്ടും വായിന്ന് കയ്യിലേക്കൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കൊറിയൻകാർ ചെയ്യണ പോലെ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നു. ഇവർ അധികം കൊറിയൻസിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവരാണെങ്കിൽ കൊറിയൻസ് തന്നെ തോന്നുന്നു, കൊറിയനോ ചൈനയ്ക്കാണ്, അവരിങ്ങനെ ചൂടോടെ ഇരിക്കുമല്ലോ ആ ഒരു ഫുഡ് കഴിക്കും, അവർക്ക് ചൂടറിയില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ പറയുമായിരുന്നു, ഈ അതേപോലെ ചെയ്യണോ, നാവ് പൊള്ളിക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഓൺ വോയിസ് വന്നാൽ എന്താണെന്നറിയോ, എല്ലാം കൂടെ, കാരണം അവർ TV അവിടെ തുറന്ന് വയ്ക്കും, രാവിലെ പാട്ടിട്ട് വയ്ക്കും. ഞങ്ങൾ അടുക്കളയിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് TV അവിടെ തുറന്ന് വെച്ചിട്ട് പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് ഇടാതിരുന്നത്, കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കണം കേട്ടോ. അതൊന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ ചതച്ചിട്ടിട്ടാണ് തോരനാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ക്യാബേജ് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തേങ്ങ ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയാം, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ആവി കയറ്റിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, തോരനായതുകൊണ്ട് ക്യാബേജൊക്കെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ളൂ, ജസ്റ്റ് നിറച്ച് വെച്ച് വേവിക്കും. എന്നിട്ട് പിന്നെ തേങ്ങയൊക്കെ ചായച്ചതൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ചീരയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇലക്കറികളൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ ചിക്കനൊന്നും അങ്ങനെ വാങ്ങിക്കണില്ല. കഴിഞ്ഞ ദിവസം അമ്മ ഇങ്ങനെ അവിടെ കുട്ടികൾ ചെല്ലുന്ന സമയത്ത് അവിടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചൊക്കെ ഫ്രൈ ചെയ്യാൻ മസാലയൊക്കെ തേച്ച് വെച്ചതോ അല്ലെങ്കിൽ അവിടെ വാങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ കൊടുത്തയക്കും. അതല്ലാതെ ഞാനിപ്പോൾ വല്ലാതെ ചിക്കൻ വാങ്ങിക്കണില്ല, ചിക്കനും മീനും വാങ്ങിക്കണില്ല. ഒന്നാമത്തെ കാര്യം വാങ്ങിക്കാതെ എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ, ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഫസ്റ്റ് ഡേ എന്നല്ല, ആ ഫ്രഷോടെ മാത്രമേ ഉള്ളൂ എല്ലാവരും കഴിക്കണത്, പിന്നെ അത് കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വാങ്ങാത്തത്. വല്ലാതെ ഫ്രഷോടെ ചൂടോടെ ആകുമ്പോൾ കഴിക്കും. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചാലും ആർക്കും അല്ലാതെ ഒരു പോണില്ല, ആരും കഴിക്കണില്ല. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കളയണ്ടല്ലോ.
അപ്പോൾ ഈ ഒരു ചീര, ക്യാബേജ്, അങ്ങനെ പച്ചക്കറി ഐറ്റംസൊക്കെ എന്തായാലും ഇവിടെ ചിലവാകും. കാരണം ചീരയൊക്കെ പ്രത്യേകിച്ച് ചീര ഭയങ്കര ഇഷ്ടമാണ്, ക്യാബേജ് ഇഷ്ടമാണ്, ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള തന്നെയാണ്. അതുപോലെ കോളിഫ്ലവർ കേട്ടോ. അപ്പോൾ കിച്ചൻ മോൾക്ക് ഇന്നെങ്ങനെ കണ്ടാലേ അടുക്കളയിൽ ചിലപ്പോൾ അങ്ങനെയാണ്, ഓരോ അടി എങ്ങനെ തരും പുറത്തേക്ക്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ചട്ടുക എടുത്ത് ഞാൻ വെക്കിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറയാം കേട്ടോ അവളോട്, വെക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ കൂട്ടുകാരെ, വെറുതെ പറയുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവണതാണ് എപ്പോഴും നല്ല രസം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർത്താനം പറയാനേ. അപ്പോൾ കുക്കിങ്ങൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും നമുക്ക് പറ്റും, ഒരാളതിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ്, എനിക്ക് കുക്കിങ് ചെയ്യാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കിങ്ങനെ വർത്താനം പറയാൻ, ഇപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ഇവരൊക്കെ വന്ന് ഇങ്ങനെ വർത്താനം പറയണ്ടായാൽ മതി, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടെ അടുക്കളയിലുള്ളതുകൊണ്ട് എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്തു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ തത്ത അവിടെ അടിച്ചു വാരിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാണ്ട് പോയിക്കും വെള്ളത്തിന് അയച്ചു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, അടുക്കളയിൽ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ ഇവരൊക്കെ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞാൽ ഫ്രീസറിക്കുണ്ട് വെള്ളം വെച്ചിട്ട് ഐസും കട്ട ഉണ്ടാവും അതിൽ, അങ്ങനെ എടുത്ത് വായിക്കാണ്ട് ഒഴിക്കും. പക്ഷെ എൻ്റെ പല്ലിനും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഓവർ തണുപ്പിൽ വെള്ളം കുടിക്കാൻ കഴിയില്ല, ഒരു കുറഞ്ഞ തണുപ്പേ പാടുള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് കരിങ്ങാരി വെള്ളവും അതിൽ മിക്സ് ചെയ്തിട്ട്, ഓവർ തണുപ്പില്ലാതെ 2 വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കുക കേട്ടോ. കരിങ്ങാരി വെള്ളം രാത്രി ഇവർ എന്ത് ചെയ്യും, തിളപ്പിച്ച വെള്ളമൊക്കെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതും കരിങ്ങാരി വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനോട് പറയുന്നു ആ ഒരു തണുപ്പിൽ കുടിക്കല്ലേ എന്ന് പറയുന്നു. പക്ഷേ ഓൾക്ക് വലിയ കുഴപ്പമില്ല, ഓരങ്ങനെ കുടിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ കിച്ചൻ മോൾ ഓളെ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. തോരനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നും എല്ലാം ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ അരിയാനും പിടിക്കാനും നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്താണ് കേട്ടോ. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മക്കളെ സ്കൂളൊക്കെ തുറന്നു. പിന്നെ എന്താ പറയുക, പിന്നെ വീട് ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. പിന്നെ രാവിലെ പോണ സമയത്ത് ഒരു യുദ്ധമാവും അടുക്കളയിൽ തോന്നുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ ഉണ്ടല്ലോ, സ്കൂൾ തുറക്കണം, ഫസ്റ്റ് ഡേ ഭയങ്കര യുദ്ധമാവും. അത് വലിച്ചിട്ടും ഇത് വലിച്ചിട്ടും അപ്പോഴത്തേക്കും മക്കൾ ഓരോ വിളിയാവും, അമ്മ അത് കണ്ടോ ഇത് കണ്ടോ, അല്ലെങ്കിൽ വെള്ളമാക്കിയോ ചോറാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു കുറച്ച് സമയം, അതായത് ഒരു രാവിലെ എണീക്കണതും തൊട്ട് പിന്നെ ഒരു 8-8:30 മണി വരെ 8 മണി വരെ ഒരു യുദ്ധം തന്നെയാവും അടുക്കളയിൽ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുമില്ല, അനക്കമില്ല, ഒന്നുമില്ല. പിന്നെ വീട്ടിൽ വെറുതെ, അതായത് ജോലിക്കൊന്നും പോവാത്ത അമ്മമാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മക്കൾ വൈകുന്നേരം വീട്ടിലേക്ക് എത്തണം. അപ്പോഴാണൊരു വീട് ഇങ്ങോട്ട് ഉണരുകയെന്ന് പറയാം. കാരണം ഓരോട് നമ്മൾ ഓരോ ആവശ്യത്തിന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒച്ചയിട്ട് വർത്താനം പറയാം ഒക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൻ മോൾ ഉണ്ടാക്കിയ സ്നാക്സ്. നോക്കിയേ, അതായത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു എണ്ണയൊന്നും കുടിക്കാതെ. എന്ത് നല്ല ഭംഗി കാണാൻ. നമ്മൾ ബേക്കറി കടകളിൽ കാണുന്ന ഇങ്ങനെ വലിയ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് അതേപോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചി അനിയത്തീനെ വിളിച്ചിട്ടുണ്ട്, എടീ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഒരു സോങ് ഇട്ടിട്ട് അതിൻ്റെ എന്തോ കാണാനൊക്കെ വിളിച്ചതാട്ടോ. അപ്പോൾ ഓൾ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എൻ്റെ തോരനവിടെ റെഡിയായി, ഞാൻ തീ ഓഫ് ചെയ്തിട്ടു. നമ്മുടെ ചോറ് വെന്തപ്പോൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോരൻ്റെ അങ്ങോട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചൻ മോളെ വിളിച്ചിട്ടോ, അതിൻ്റെ സ്നാക്സ് അപ്പോൾ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ വേഗം വന്ന് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചോറ് റെഡിയായി തുടങ്ങി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കുറേ സമയമായി കോളിഫ്ലവർ അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവറിലാണ് ഫ്രൈ ചെയ്തെടുക്കണത് കേട്ടോ. നമ്മൾ കറികളൊക്കെ ഇങ്ങനെ വറവിടാനൊക്കെ ഉണ്ടെങ്കിലാണ് വെളിച്ചെണ്ണ എടുക്കുക, അല്ലാതെ എല്ലാം പിന്നെ സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യൽ കേട്ടോ. അങ്ങനെ ഓരോരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എല്ലാവരും, പക്ഷേ ലൈക്കൊന്നും ചെയ്യണ്ടില്ല. ചിലവർ അത് അറിയാഞ്ഞിട്ടാണോ അങ്ങനെ കണ്ടങ്ങനെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ മറന്നു പോണതൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റണത്. പിന്നെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ, നമ്മുടെ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യണതിലും എല്ലാം കേട്ടോ. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കിച്ചൻ മോളുടെ പിന്നെ സ്നാക്സ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പാനിൽ കോളിഫ്ലവർ ഇട്ടപ്പോൾ അത് എന്താ പറയുക, എല്ലാം കൂടെ ഇടാൻ പറ്റണില്ല.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്ത് അവൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു സൺഫ്ലവർ ഓയിലിക്കും ബാക്കിയുള്ള കോളിഫ്ലവർ ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ രണ്ടിലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. പിന്നെ നമുക്ക് ചീരക്കറി മാത്രമേ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ കേട്ടോ. അതിന് ഇതാക്കണം. ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തതും പിന്നെ തോരനൊക്കെ റെഡിയായി. പിന്നെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് കഴിക്കാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ ചിക്കനൊന്നും കഴിച്ചാൽ ആ ഒരു കഴിക്കുന്ന സമയത്തൊരു തോന്നും, പിന്നെ അതുകൊണ്ട് നമുക്കൊരു മടുപ്പാണ്. വെജ് നമ്മൾ 2-3 നേരം കഴിച്ചാൽ നമുക്ക് അത്ര വലിയ പ്രശ്നം തോന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാനൊന്ന് ഫ്രഷായി വന്നു കേട്ടോ. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. ഇനിയിപ്പോൾ മക്കളിപ്പോൾ ഫുഡ് കഴിക്കണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്ന് പോവുകയാണേ. കിച്ചു ഹെയർ കട്ട് ചെയ്തു ഗൈസ്. ആര് കട്ട് ചെയ്തെന്ന്? ചേച്ചി അനിയത്തിയും കൂടിയും എൻ്റെ പുറകെ കുറേ നടന്നിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടിയും ഹെയറൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചേച്ചിമോളെന്ന് കേട്ടോ. അങ്ങനെ കോളിഫ്ലവർ, ക്യാബേജ് വെച്ച കളർഫുള്ളേ. യെസ്, എന്താ കഴിച്ചു. അപ്പോൾ കിച്ചുമോൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഗൈസ് ഞാൻ എന്താ പറയുക, കിച്ചുമോളെ മുടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് കിച്ചുമോൾ എന്നോട് പറയാണ് മുടി വെട്ടിത്താമ്മ എന്നുള്ളത്. കിച്ചുമോളുടെ മുടി കുറച്ച് ലോങ് ആയതുകൊണ്ട് എനിക്ക് വെട്ടി കൊടുക്കാൻ ഭയങ്കര സങ്കടം കേട്ടോ. അതായത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും, പക്ഷേ ഒക്കെ കുറച്ച് കയറ്റിയൊരു മുകളിലേക്കാക്കി വെട്ടണമായിരുന്നു. ഇത് കണ്ടോ, ഞാൻ ഷോർട്ട് ടോപ്പ് ഓർഡർ ചെയ്താണ് കേട്ടോ മീഷോയിൽ. പക്ഷേ ഞാൻ ഒറ്റ പ്രാവശ്യം അത് ഇട്ടുള്ളൂ, പിന്നെ അത് തത്ത സ്വന്തമാക്കി കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടു. പിന്നെ ഞാനും തത്തയാണ് ഫുഡ് കഴിക്കണത്. കിച്ചുമോൾ ഫുഡ് കഴിക്കണേ ഞാൻ കാണിച്ചല്ലോ. അപ്പം ഞങ്ങളുണ്ടാവും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം പോയി എഡിറ്റ് ചെയ്യാൻ, ബാക്കിയുള്ളത് എഡിറ്റ് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ഉറക്കം വന്നു. ചോറൊക്കെ വയറ് നിറച്ചുകൊണ്ടപ്പോൾ ഉറക്കം. പിന്നെ ഒന്നും നോക്കിയില്ല, കിടന്നുറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ എണീറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ ആകെ മന്ദപ്പായി. പിന്നെ മുഖമൊക്കെ ഒന്ന് പോയി കഴുകി കുറച്ച് കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. ഇപ്പുറത്ത് ഞാൻ നമ്മുടെ അരിയും കൂടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരിമണി വറക്കുകയാണ് ഗൈസ്. നമ്മൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പോഴും ചെയ്യും കേട്ടോ. ഞാൻ ചെയ്യലുണ്ട്. കഴുകിയിട്ടാണ് ചട്ടിയായിട്ട് വറക്കാൻ കേട്ടോ. കഴുകിയിട്ട് വറക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ അതൊന്ന് വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി വരണമല്ലോ. അപ്പോൾ ഞാൻ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയും പുറത്തങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയും കട്ടൻ ചായ അരിമണി വറുത്തതും. അരിമണി എന്ന് പറയും, അരി എന്ന് പറയില്ല, അരി വറുക്കുകയാണ്. അപ്പോൾ പഴയ അമ്മമാരൊക്കെ പറയണേക്കാ അങ്ങനെ അരിയൊന്നും വറുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മൾ വറുക്കൂല്ലേ. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ചായക്ക് രസമാണല്ലോ. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ തിളച്ചു, ചായക്ക് വെച്ചപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ടു, അത് ഓഫ് ചെയ്തു. ഇവിടെ അരി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരി വറുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടു കേട്ടോ. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാനല്ല, ഇത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യണേന്ന്. അപ്പോൾ അത് ഞാനൊന്ന് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടു. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. തേങ്ങ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടുന്നുണ്ടെന്നാണ്, പിന്നെ പൊളിച്ചിട്ടുണ്ട് കൊണ്ടുവന്നത്. അവിടെ വന്ന് പൊളിക്കാൻ പാരുണ്ട്, പക്ഷേ ഇത് ചകിരിയൊക്കെ ഇടാനേ നമുക്ക് വെക്കാനൊരു സ്ഥലമില്ലാത്തത് ഞാൻ അവിടെ നിന്ന് പൊളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അതിൽ നിന്നൊരു മുറിയൊക്കെ എടുത്ത് ചിരകുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് നമ്മളിതാ തേങ്ങ ചിരകുമ്പോൾ പിന്നെ കുറച്ച് തേങ്ങ തിന്നുമല്ലോ അല്ലേ. തേങ്ങാ വെള്ളവും കുടിച്ചു, നല്ലതായിരുന്നു കേട്ടോ. നല്ല തേങ്ങാ വെള്ളം, കുറച്ച് തേങ്ങ എടുത്ത് തിന്നുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അരിമണി വറുത്തതും തേങ്ങയും ഒരു ശർക്കര കട്ടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി വറുത്തത് ചൂടൊക്കെ പോയിട്ടുണ്ട്. അതേ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ആദ്യം ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, കട്ട് ചെയ്തിട്ട്. ഇത് കുറച്ച് ശർക്കര ഇത്രയൊന്നും വേണ്ട കേട്ടോ, അത് മക്കൾക്ക് ഭയങ്കര മധുരം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ശർക്കര എടുത്ത് തേങ്ങ ഇട്ടു. ഇനി വീണ്ടും നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കട്ടൻ ചായ അരി വറുത്തൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.